Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely, this video will help you to learn English. സ്ട്രിക്റ്റ് ആക്ഷൻ. സ്ട്രിക്റ്റ് എന്നാൽ കർശനമായ, ആക്ഷൻ എന്നാൽ നടപടി. സ്ട്രിക്റ്റ് ആക്ഷൻ കർശനമായ നടപടി. എഗെയിൻസ്റ്റ് എതിരായിട്ട്. ഓർഗൻ ട്രാഫിക്കിംഗ്. ഓർഗൺ എന്നാൽ അവയവം, ട്രാഫിക്കിംഗ് എന്നാൽ കടത്ത്. അവയവക്കടത്തിനെതിരായിട്ട് കർശനമായ നടപടി ഉണ്ടാകും. റോൾ ഓഫ് ഡോക്ടേഴ്സ്. റോൾ എന്നാൽ അർത്ഥം പങ്ക്. റോൾ ഓഫ് ഡോക്ടേഴ്സ് ഡോക്ടർമാരുടെ പങ്ക്. ഹോസ്പിറ്റൽസ് ആശുപത്രികളുടെ പങ്ക്. ടു ബി പ്രോബ്ഡ്. പ്രോബ് എന്നാൽ അന്വേഷിക്കുക. ടു ബി പ്രോബ്ഡ് അന്വേഷിക്കപ്പെടും. ചെന്നിത്തല പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. അവയവക്കടത്തിന് എതിരെ കർശന നടപടി സ്വീകരിക്കും. ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും പങ്ക് അന്വേഷിക്കും. കൊച്ചി. കേരള ഹോം മിനിസ്റ്റർ. കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓൺ സാറ്റർഡേ ശനിയാഴ്ച ദിവസം പറഞ്ഞു. സ്ട്രിക്റ്റ് ആക്ഷൻ കർശനമായ നടപടി. വുഡ് ബി ടേക്കൺ എടുക്കും. അഗെയിൻസ്റ്റ് എതിരായിട്ട്. ദോസ് ഇൻവോൾവ്ഡ് പങ്കുള്ളവർക്കെതിരായിട്ട്. ദോസ് ഇൻവോൾവ്ഡ് എന്നാൽ പങ്കെടുത്തിട്ടുള്ളവർ, അതിൽ പങ്കുള്ളവർ. ഇൻ ഓർഗൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്തിൽ പങ്കുള്ള ആളുകൾ. ആ ആളുകൾക്കെതിരായിട്ട് കർശനമായ നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ശനിയാഴ്ച പറഞ്ഞു. ആൻഡ് ദാറ്റ് ദ റോൾ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ സച്ച് കേസസ്. റോൾ എന്നാൽ പങ്ക്. ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും പങ്ക് ഇത്തരം കേസുകളിൽ അവരുടെ പങ്ക് വുഡ് ബി തറലി ഇൻവെസ്റ്റിഗേറ്റഡ്. തെറലി എന്നാൽ പൂർണ്ണമായും എന്നർത്ഥം, സമ്പൂർണ്ണമായി, പരിപൂർണമായി. ഇൻവെസ്റ്റിഗേറ്റ് എന്നാൽ അന്വേഷിക്കുക. വുഡ് ബി തറലി ഇൻവെസ്റ്റിഗേറ്റഡ് അത് പരിപൂർണമായും എല്ലാം നന്നായിട്ട് അന്വേഷിക്കും. ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും പങ്ക്. സ്പീക്കിംഗ് ടു റിപ്പോർട്ടേഴ്സ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ. ആഫ്റ്റർ അറ്റൻഡിങ് എൻ ഇവൻറ്റ് ഹിയർ. ആഫ്റ്റർ എന്നാൽ ശേഷം, അതിനുശേഷം. ആഫ്റ്റർ അറ്റൻഡിങ് എ ഇവൻറ്റ്. ഇവൻ്റ് എന്നാൽ പരിപാടി. ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞു. എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു പ്രത്യേക അന്വേഷണ സംഘം ഹാഡ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. കോൺസ്റ്റിറ്റ്യൂട്ട് എന്നാൽ രൂപീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. രൂപീകരിച്ചു. ഒരു അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ടു പ്രോബ് അന്വേഷിക്കാൻ വേണ്ടി. കേസസ് ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി. രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് എ റാക്കറ്റ് അലേജ്ഡ്ലി ഇൻവോൾവ്ഡ് ഇൻ അറേഞ്ചിങ് ഓർഗൻ ഡോണേഴ്സ് യൂസിങ് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് അക്രോസ് കേരള. അക്രോസ് കേരള എന്നാൽ കേരളം ഒട്ടാകെ. ഫോർജ്ഡ് എന്നാൽ വ്യാജമായ എന്നുള്ള അർത്ഥമാണ്. അറേഞ്ചിങ് ഓർഗൻ ഡോണേഴ്സ് അവയവദാതാക്കളെ ഒരുക്കുക. ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് എന്നാൽ വ്യാജരേഖകൾ. അലേജ്ഡ്ലി ഇൻവോൾവ്ഡ് എന്നാൽ ആരോപണ വിധേയരായ. റാക്കറ്റ് എന്നാൽ സംഘടിത കുറ്റകൃത്യ സംഘം. പ്രോബ് എന്നാൽ അന്വേഷിക്കുക. ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്ന രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു. കേരളമൊട്ടാകെ വ്യാജരേഖകൾ ഉപയോഗിച്ച് അവയവദാതാക്കളെ ഒരുക്കിയതായി ആരോപിക്കപ്പെടുന്ന സംഘത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് ഹാവ് ഓൾറെഡി അറസ്റ്റഡ്. പോലീസ് നിലവിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ പേഴ്സൺസ് ഒരുപാട് വ്യക്തികളെ. ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട്. വൈൽ അതേസമയം ദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹാസ് ലോഞ്ച്ഡ് എ പാരലൽ മണി ലോണ്ടറിംഗ് പ്രോബ്. ലോഞ്ച് എന്നാൽ ആരംഭിക്കുക. ലോഞ്ച്ഡ് ആരംഭിച്ചിട്ടുണ്ട്. ഹാസ് ലോഞ്ച്ഡ് ആരംഭിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനർത്ഥം സാമ്പത്തിക കുറ്റാന്വേഷണ സംഘം. ഇതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. മണി ലോണ്ടറിങ് എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ. പ്രോബ് എന്ന് വെച്ചാൽ അന്വേഷണം. പാരലൽ എന്നാൽ സമാന്തരമായ, ഒരേ സമയം നടക്കുന്ന. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹാസ് ലോഞ്ച്ഡ് എന്നാൽ ആരംഭിച്ചിട്ടുണ്ട്. പാരലൽ എന്നാൽ സമാന്തരമായ, മൾട്ടിപ്പിൾ പേഴ്സൺസ് നിരവധി പേർ, ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട്, മണി ലോണ്ടറിംഗ് പ്രോബ് കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച അന്വേഷണം. ആസ് പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിൻ്റെ ഭാഗമായി സെവറൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ്, സെവറൽ എന്നാൽ ഒരുപാട്, സെവറൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഹാവ് ബീൻ ക്വസ്റ്റ്യൻഡ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരവധി ആശുപത്രി മാനേജ്മെൻറ്റുകളെയും ഡോക്ടർമാരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹാവ് ബീൻ ക്വസ്റ്റ്യൻഡ് എന്നാൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. സെവറൽ എന്നാൽ ഒരുപാട്. ഐ വാണ്ട് ടു മേക്ക് വൺ തിങ് വെരി ക്ലിയർ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. വൺ തിങ് എന്നാൽ ഒരു കാര്യം, വെരി ക്ലിയർ എന്നാൽ വളരെ വ്യക്തമായി. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഫോംഡ്, ഫോം എന്നാൽ രൂപീകരിക്കുക. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. SIT, SIT എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ കംപ്ലയിൻസ് പരാതികളെ അടിസ്ഥാനമാക്കി. റിസീവ്ഡ് ലഭിച്ച. റിഗാർഡിംഗ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട്, സംബന്ധിച്ചതൊക്കെയാണ് അർത്ഥം. റിഗാർഡിംഗ് ഓർഗൻ ട്രേഡിംഗ് സെൻറ്റേർഡ് അറൗണ്ട് സർട്ടൻ ഹോസ്പിറ്റൽസ്. സർട്ടൻ ഹോസ്പിറ്റൽസ് എന്നാൽ ചില ആശുപത്രികൾ എന്നുള്ള അർത്ഥമാണ്. സെൻറ്റർ എന്നാൽ കേന്ദ്രീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. സെൻറ്റേർഡ് എന്നാൽ കേന്ദ്രീകരിക്കപ്പെട്ട. ഓർഗൻ ട്രേഡിംഗ് എന്നാൽ അവയവ വിൽപ്പന, അവയവ കച്ചവടം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ചില ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്ന് പരാതികൾ ലഭിച്ച അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ഒരു പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി കൺട്രോൾഡ്. കൺട്രോൾ എന്നാൽ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. മേൽനോട്ടം വഹിക്കുക. ഈ വിഷയത്തിൽ കർശനമായ നിയന്ത്രണവും നടപടിയും ഉണ്ടാകും. ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി കൺട്രോൾഡ്. ഐ ഡു നോട്ട് ഡൗട്ട് ദാറ്റ്. ഡൗട്ട് എന്നാൽ സംശയം. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല, അതാണ് അർത്ഥം. ഐ ഡു നോട്ട് ഡൗട്ട് ദാറ്റ്. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല, അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ കർശനമായ നിയന്ത്രണവും നടപടിയും ഉണ്ടാകും. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹി സെഡ്, അദ്ദേഹം രമേശ് ചെന്നിത്തല പറഞ്ഞു. ദി ഇൻവെസ്റ്റിഗേഷൻ ടീം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി എറണാകുളം റൂറൽ SP following information and complaints that organ trading was taking place on a large scale in Kerala. ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ടഡ് രൂപീകരിച്ചിട്ടുണ്ട്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നേതൃത്വത്തിൽ എന്നുള്ള അർത്ഥമാണ്. എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എറണാകുളം റൂറൽ SP. അതിനെ തുടർന്ന് ഫോളോവിങ് ഇൻഫർമേഷൻ ആൻഡ് കംപ്ലയിൻസ് വിവരത്തിൻ്റെയും പരാതികളെയും ലഭിച്ച പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഓർഗൻ ട്രേഡിംഗ് അവയവ കച്ചവടം ടേക്കിംഗ് പ്ലേസ് ഓൺ എ ലാർജ് സ്കെയിൽ എന്നാൽ വലിയ തോതിൽ എന്നുള്ള അർത്ഥമാണ്. വൻതോതിൽ നടക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. ടേക്കിംഗ് പ്ലേസ് ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ കേരളത്തിൽ വൻതോതിൽ അവയവ കച്ചവടം നടക്കുന്നതായി ലഭിച്ച വിവരങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തല പറഞ്ഞു. ദ SIT's ഓപ്പറേഷൻസ് എന്നാൽ പ്രവർത്തനങ്ങൾ. SITയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ. വിൽ ബിഗിൻ എന്നാൽ ആരംഭിക്കുക. ആരംഭിക്കും. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് തന്നെ SITയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഓൺ ഫ്രൈഡേ വെള്ളിയാഴ്ച. ഞാൻ സംസാരിച്ചു. ഐ സ്പോക്ക് വിത്ത് ദി എറണാകുളം റൂറൽ SP.
എറണാകുളം റൂറൽ എസ് പിയുമായി ഞാൻ സംസാരിച്ചു. ആൻഡ് ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, റൂറൽ എസ് പി പറഞ്ഞു, ദി ഓർഡർ ഹാഡ് ബീൻ റിസീവ്ഡ് ഉത്തരവ്, ഓർഡർ എന്ന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദ വർക്ക്, ജോലി, വുഡ് സ്റ്റാർട്ട്, ആരംഭിക്കും, റൈറ്റ് അവേ എന്നാൽ പെട്ടെന്ന്, ഉടനെ തന്നെ ജോലി, അതിനുള്ള പ്രവർത്തനങ്ങൾ, അന്വേഷണങ്ങൾ ആരംഭിക്കും. ദ മിനിസ്റ്റർ സെഡ്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞു. ആസ്ഡ്, ചോദിച്ചു, വെദർ ദി ഇൻവെസ്റ്റിഗേഷൻ വുഡ് കവർ ദ റോൾ ഓഫ് മിഡിൽമെൻ ആൻഡ് ഡോക്ടേഴ്സ്. മിഡിൽമെൻ എന്നാൽ മധ്യവർത്തികൾ എന്നുള്ള അർത്ഥമാണ്. ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. റോൾ എന്നാൽ പങ്ക്. ഇൻവെസ്റ്റിഗേഷൻ വുഡ് കവർ, ഇതിനർത്ഥം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള അർത്ഥമാണ്. വെദർ എന്നാൽ ആണോ അല്ലയോ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ 2 ഓപ്ഷനുണ്ട്, അതുകൊണ്ടാണ്. ആണോ അല്ലയോ എന്നുള്ള അർത്ഥമാണ് വെദർ. അന്വേഷണത്തിൽ ഇടനിലക്കാരുടെയും ഡോക്ടർമാരുടെയും പങ്കും ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തല റിപ്ലൈഡ്, അദ്ദേഹം ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഓൾ ഓഫ് ദാറ്റ് വിൽ ബി എക്സാമിൻഡ്. അതെ, അവയെല്ലാം പരിശോധിക്കും. എക്സാമിൻ എന്നാൽ പരിശോധിക്കുക. അവയെല്ലാം പരിശോധിക്കപ്പെടും, എല്ലാം പരിശോധിക്കും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻവെസ്റ്റിഗേറ്റഡ്. തീർച്ചയായും അന്വേഷണം നടത്തും. ഡെഫിനറ്റ്ലി എന്നാൽ തീർച്ചയായും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻവെസ്റ്റിഗേറ്റഡ്. തീർച്ചയായും അന്വേഷണം നടത്തും. ഇത് ഈ അവയവക്കടത്ത് cannot be tolerated in Kerala under any circumstances. ടോളറേറ്റ് എന്നാൽ അർത്ഥം അനുവദിക്കുക എന്നുള്ള അർത്ഥമാണ്. cannot be tolerated, അനുവദിക്കാൻ സാധിക്കുകയില്ല, അനുവദിക്കാനാവില്ല. അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്, ഇതിനർത്ഥം ഒരു സാഹചര്യത്തിലും എന്നുള്ള അർത്ഥം. യാതൊരു സാഹചര്യത്തിലും, സർക്കംസ്റ്റാൻസസ് എന്നാൽ സാഹചര്യങ്ങൾ. കേരളത്തിൽ ഇത് ഒരു സാഹചര്യത്തിലും അനുവദിക്കാനാവില്ല. there are systematic procedures for this. സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് എന്നാൽ ക്രമബദ്ധമായ നടപടിക്രമങ്ങൾ എന്നുള്ള അർത്ഥമാണ്. സിസ്റ്റമാറ്റിക് എന്നാൽ ക്രമബദ്ധമായ, പ്രൊസീജിയേഴ്സ് എന്നാൽ നടപടിക്രമങ്ങൾ, ഫോർ ദിസ് എന്നാൽ ഇതിനു വേണ്ടി, ഈ അവയവം മാറ്റിവെക്കലിന് വേണ്ടി. ആസ് വെൽ ആസ്, അതുകൂടാതെ ഈ നടപടിക്രമങ്ങൾക്ക്, ക്രമബദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് പുറമെ, ആസ് വെൽ ആസ് കൂടാതെ, സുപ്രീം കോടതി ഡയറക്റ്റീവ്സ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും ഉണ്ട്. ബട്ട് എന്നാൽ, മെനി പീപ്പിൾ ഒരുപാട് ആളുകൾ, ഇഗ്നോർ അവഗണിക്കുന്നു, ഓൾ ഓഫ് ദാറ്റ് ആ എല്ലാ നടപടിക്രമങ്ങളും അവഗണിക്കുന്നു. സ്റ്റീൽ പീപ്പിൾസ് ഓർഗൻസ്, സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക, ഓർഗൻസ് എന്നാൽ അവയവങ്ങൾ, ജനങ്ങളുടെ അവയവങ്ങൾ മോഷ്ടിക്കുന്നു. ആൻഡ് സെൽ ദം ഫോർ മണി, സെൽ എന്നാൽ വിൽക്കുക, പണത്തിന് വേണ്ടിയിട്ട് അവയവങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. ഓൾ ഓഫ് ദിസ്, ഇതെല്ലാം മസ്റ്റ് ബി കൺട്രോൾഡ്, ഇതെല്ലാം തീർച്ചയായും നിയന്ത്രിക്കപ്പെടണം. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ദ SIT വാസ് ഫോംഡ്, അതുകൊണ്ടാണ് SIT രൂപീകരിച്ചത്, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദ കംപ്ലയിൻറ്റ്സ് റിസീവ്ഡ്, ഹി സെഡ്, ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ള അർത്ഥമാണ്. ബേസ്ഡ് ഓൺ ദ കംപ്ലയിൻറ്റ്സ് റിസീവ്ഡ്, ഇതെല്ലാം നിയന്ത്രിക്കപ്പെടണം, അതുകൊണ്ടാണ് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു.